ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. ഹൈറേഞ്ചിൽ ശൈത്യം അതിശക്തമായത് നാണ്യവിളകൾക്ക് തിരിച്ചടിയായി. തേയില, ഏലം, കാപ്പി തുടങ്ങിയ കൃഷികളെയാണ് മഞ്ഞുവീഴ്ച ബാധിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടർന്നാൽ കൃഷിനാശം ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. കനത്ത മഞ്ഞുവീഴ്ച മൂലം മൂന്നാറിലെ പ്രമുഖ തേയില ഉൽപാദകരായ കണ്ണദേവൻ കമ്പനിയുടെ 100 ഹെക്ടറിലേറെ സ്ഥലത്തെ തേയിലച്ചെടികളാണ് കരിഞ്ഞുണങ്ങിയത്. അതിശൈത്യം ആരംഭിച്ച ശേഷം കഴിഞ്ഞ 4 ദിവസത്തിലേറെ ഉണ്ടായ മഞ്ഞുവീഴ്ചയിലാണ് ഇത്രയും തേയിലച്ചെടികൾ കരിഞ്ഞത്. രാത്രിയിലും അതിരാവിലെ ഉണ്ടാകുന്ന മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകണങ്ങൾ രാവിലത്തെ കനത്ത ചൂടിൽ ബാഷ്പീകരിച്ചു പോകും. ഇതോടൊപ്പം കൊളുന്തും ഇലകളും ചെടികളും കരിയും. ശൈത്യകാലം മാറി ആവശ്യത്തിന് മഴ ലഭിച്ചാൽ മാത്രമേ തേയിലച്ചെടികൾ പിന്നീട് വളർന്ന് കൊളുന്തു ലഭിക്കൂ. മുൻ വർഷങ്ങളിൽ ഇത്തരം കൃഷിനാശം തേയിലവില ഉയരുന്നതിന് കാരണമായിരുന്നു. 2000-ലധികം ചെറുകിട തേയില കർഷകരാണ് ജില്ലയിലുള്ളത്. ഇവരുടെ ഉപജീവനമാർഗവും കൊളുന്തു വിൽപ്പനയാണ്. മഞ്ഞുവീഴ്ചയിൽ ഏലത്തിന്റെ തളത്ത് നാമ്പുകൾ പോലും നശിക്കുന്ന അവസ്ഥയിലാണ്. തോട്ടങ്ങളിൽ പൂർണ്ണമായി വളപ്രയോഗം നടത്തിയിട്ടും കാലാവസ്ഥാ മാറ്റം മൂലം പ്രതീക്ഷിച്ച ഫലം ഉണ്ടായിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഒരു പ്രദേശത്തെ ചെടിയൊട്ടാകെ നശിച്ചു പോകുന്ന സ്ഥിതിയാണ്. കാപ്പിക്കുരുവിന്റെ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കർഷകരെ നിരാശയിലാക്കിയിട്ടുണ്ട്. പൂവിട്ട ശിഖരങ്ങൾ പോലും മഞ്ഞുവീഴ്ച മൂലം നശിച്ചു. ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണിയിൽ മുല്ലപ്പൂവിന് പൊന്നും വില. പ്രശസ്തമായ മധുരമുല്ലയുടെ വില കിലോയ്ക്ക് ചരിത്രത്തിലാദ്യമായി 12,000 രൂപ കടന്നു. ഉൽപ്പാദനത്തിലെ വൻ കുറവും ഡിമാൻഡും വർദ്ധിച്ചതാണ് വില റെക്കോർഡിലെത്തിച്ചത്. മധുരയിലെ പ്രധാന മാർക്കറ്റുകളായ ഉസിലാംപട്ടി, തിരുമംഗലം എന്നിവിടങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ 2,000 രൂപയായിരുന്ന വിലയാണ് ഒറ്റയടിക്ക് 6 ഇരട്ടി വർദ്ധിച്ചത്. കഠിനമായ തണുപ്പ് കാരണം പൂക്കളുടെ ഉൽപ്പാദനം 70% കുറഞ്ഞതാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. പ്രത്യേക സുഗന്ധവും നക്ഷത്രാകൃതിയുമുള്ള മധുരമുല്ലയ്ക്ക് ഭൗമസൂചികാ പദവിയുള്ളതിനാൽ അന്താരാഷ്ട്ര വിപണിയിലടക്കം വലിയ ഡിമാൻഡുണ്ട്. തമിഴ്നാട്ടിലെ വിലക്കയറ്റം കേരളത്തിലെ വിപണികളെയും സാരമായി ബാധിച്ചു. കൊച്ചിയിൽ കിലോയ്ക്ക് 6,000 മുതൽ 7,000 രൂപ വരെയാണ് നിലവിലെ നിരക്ക്. ചില്ലറ വിപണിയിൽ ഒരു ചെറിയ മുല്ലപ്പൂമാലയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലാണ് വില. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ പല ചെറുകിട വ്യാപാരികളും മുല്ലപ്പൂ എടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. കോയമ്പത്തൂർ, സത്യമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് പകുതിയായി കുറഞ്ഞു. വലിയ വില നൽകി വാങ്ങുന്ന പൂക്കൾ വിറ്റുപോയില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന ഭയത്തിലാണ് വ്യാപാരികൾ. മുല്ലപ്പൂവിനൊപ്പം കനകാംബരം, പിച്ചി തുടങ്ങിയ പൂക്കളുടെ വിലയും വിപണിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ കിഴങ്ങുവിളകളുടെ വില കുത്തനെ താഴ്ന്നു. ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ് എന്നിവയ്ക്ക് ന്യായവില ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിലാണ്. എന്നാൽ കടകമ്പോളങ്ങളിൽ ഇവ ഇപ്പോഴും ഉയർന്ന വിലയിൽ തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. വിളവെടുപ്പ് സീസൺ എത്തിയപ്പോൾ കിഴങ്ങുവിളകൾക്ക് വിപണിയിൽ വില കുറഞ്ഞ സാഹചര്യമാണുള്ളത്. ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ് എന്നിവ ന്യായവിലയ്ക്ക് വിൽക്കാൻ വിപണിയില്ലാതെ കർഷകർ വലയുകയാണ്. കർഷകർക്ക് കിലോയ്ക്ക് 25 മുതൽ 40 രൂപ വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ കടകമ്പോളങ്ങളിൽ ഇതേ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ഉയർന്ന വിലയിലാണ് വിൽപ്പന. ചേന 80 രൂപയ്ക്കും ചേമ്പ് 60 രൂപയ്ക്കും കാച്ചിൽ 40 രൂപയ്ക്കുമാണ് വിൽപ്പന. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 50 രൂപയ്ക്ക് മേൽ വിലയുണ്ടായിരുന്ന ചേനയ്ക്ക് ഇക്കൊല്ലം 30 രൂപ മാത്രമേ കർഷകർക്ക് ലഭിക്കുന്നുള്ളൂ. 70 രൂപയ്ക്ക് മേൽ വിലയുണ്ടായിരുന്ന ചേമ്പിന് ഇപ്പോൾ 40 രൂപയ്ക്ക് താഴെയാണ് വില. കാച്ചിൽ കഴിഞ്ഞ വർഷം 50 രൂപ ഉണ്ടായിരുന്നത് ഇക്കൊല്ലം 25 രൂപയായി താഴ്ന്നു. പച്ചമഞ്ഞൾ കിലോയ്ക്ക് 30 രൂപയ്ക്ക് താഴെയാണ് വില ലഭിക്കുന്നത്. ഇഞ്ചിക്ക് 150 രൂപ വിലയുണ്ടെങ്കിലും ചീയൽ രോഗം മൂലം വിളവ് മോശമാണ്. കൃഷിവകുപ്പും മറ്റ് ഏജൻസികളും ഇടപെട്ട് വിളവുകൾ ന്യായവിലയ്ക്ക് സംഭരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, everlasting comfort and durability.